ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൻ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് അര കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം, നനവുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് 2 യോക്കാണുള്ളത്. ആ മഞ്ഞ കളറിലുള്ളത് 2 എണ്ണം ഉണ്ട്. അത് ചില ടൈമിൽ അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ബ്ലേഡിലും ഒന്നും നനവുണ്ടാവാൻ പാടില്ല. അത് ഞാനിത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച ശേഷം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഈ ഒരു കേക്കിന് ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എഗ് ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കുറച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിനായിട്ട് സ്പാച്ചില ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായി ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് അരക്കപ്പ് പാലാണ്. അരക്കപ്പ് പാല് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് തിളച്ച് പോകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഈ പാല് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് തണുക്കണ്ട, ആ ചൂടോടുകൂടി തന്നെ വേണം ഈ പാല് ഈ മൈദ മിക്സിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂട് പാല് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ മൈദ ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു പാനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്ത് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് സ്റ്റൗ ടോപ്പിലും സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി തണുത്ത ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. അതേപോലെ സ്കൂളുകളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. ഇത് ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് പൊതിഞ്ഞ് സ്കൂളിലൊക്കെ കൊടുത്തു വിടാം. പണ്ടൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് പൊതിക്കേക്ക് വാങ്ങാറില്ലേ, ആ ഒരു ടെക്സ്ചറിലുള്ള കേക്കാണ്. ആ ടേസ്റ്റും അതേപോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.